നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്ക് ജീവനക്കാരെ പൂട്ടിയിട്ട് നിക്ഷേപകന്റെ പ്രതിഷേധം. CMP ഭരിക്കുന്ന മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് മണ്ണാർക്കാട് സ്വദേശി അബ്ദുൾ സലാമിന്റെ ഒറ്റയാൻ പ്രതിഷേധം അരങ്ങേറിയത്. നിക്ഷേപകരെ കബളിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ സെക്രട്ടറി സജി ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലാണ്. ഈ ബാങ്ക് മാനേജർ 2 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് പല തവണയായിട്ട് കൊടുത്താറ്. ഇവിടെ പല സംഖ്യയും കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ 10 രൂപയുള്ളൂ ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഘട്ടം ഘട്ടമായി നിങ്ങളെ പൈസ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മാനേജറോ ഈ CPO പറയുന്നത് ഞാൻ അംഗീകരിക്കും. ഇതല്ല, ഇന്നെ ഒന്നും തരാതെ ഒരു പറയില്ല, ഒന്നും തരാതെ അവരെന്ത് ചെയ്തു? ഇന്നിങ്ങനെ ഉഴപ്പി എത്ര റുപ്യ 3 ലക്ഷം റുപ്യ. മണ്ണാർക്കാട് ചെറുകിട വ്യാപാരം നടത്തുന്ന സലാം പലപ്പോഴായി അടച്ച 2 ലക്ഷം രൂപ തിരികെ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് പ്രതിഷേധിച്ചത്. മകളുടെ വിവാഹത്തിനും പണം ആവശ്യപ്പെട്ട് പലതവണ ബാങ്കിലെത്തി. വിവാഹം കഴിഞ്ഞെങ്കിലും പണം ലഭിച്ചില്ല. നേരത്തെ മകന്റെ പഠനത്തിനും പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചുണ്ടാക്കിയതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുക്കാമെന്ന് കരുതിയാണ് നിക്ഷേപിച്ചത്. 1 രൂപ പോലും തരാൻ ബാങ്ക് ഭരണസമിതി തയ്യാറായില്ല. വേറെ നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി എത്തിയത്. എന്റെ പണം കിട്ടാതെ ഇവിടെ നിന്ന് പോകില്ല. ബാങ്കിലേക്ക് ആരും കയറുകയും പുറത്തിറങ്ങുകയുമില്ല. അല്ലെങ്കിൽ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ പോലീസ് വന്ന് ജയിലിൽ അടയ്ക്കണം. ജാമ്യത്തിൽ വിട്ടാൽ വീണ്ടും വരും. കാരണം എന്റെ പണം ഇവിടെയാണെന്നും അബ്ദുൾ സലാം പറഞ്ഞു. എന്റെ കിട്ടുന്ന വീതത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് വിശ്വാസയോഗ്യമായ ബാങ്ക് ആയിക്കോട്ടെ, ബാങ്കിൽ നിക്ഷേപിക്കാം. മറ്റു കുറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടൂല. അങ്ങനെ കിട്ടുന്ന 50, 100, 200 അത് സ്വരൂപിച്ച് അതിന് കാലാവധി തികയുമ്പോൾ ഞാൻ SP അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ ഡേറ്റ് എനിക്ക് വന്നപ്പോൾ പൈസ കിട്ടിയില്ല. അപ്പോൾ അടുത്തൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് വന്നപ്പോഴും കിട്ടിയില്ല. പിന്നെ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വന്നപ്പോൾ അവരുടെ ഡേറ്റ് പറഞ്ഞു, അത് കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഈ പൈസയും കണക്കൂട്ടി ബാധ്യതയിൽ നിന്നും ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഉണ്ട്, എന്തായാലും ഞങ്ങളിവിടെ പ്രശ്നത്തിലാണ്, കല്യാണത്തിൻ്റെ ആവശ്യക്കാർക്ക് മുൻഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പറഞ്ഞയച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴും കല്യാണത്തിന് മുമ്പ് വന്നപ്പോഴും പലപ്പോഴും വന്നപ്പോഴും ഇവരൊക്കെ യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് എനിക്ക് കിട്ടാനുള്ള സംഖ്യയിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കലക്ഷൻ ചെയ്ത് ഒരു 10,000 കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര ലക്ഷം റുപ്യ കടമുള്ള ആളെ ഞങ്ങൾക്ക് 1,000 വെച്ചോളി അല്ലെങ്കിൽ ഒരു 500 വെച്ചോളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല. അപ്പം ഇനി അടുത്ത മാർഗം എന്ത് സ്വീകരിക്കണം എന്ന് അറിയാതെ എനിക്ക് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ബാധ്യതയുടെ ഇടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടുന്നുള്ള പൈസ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ പൈസ കണ്ട് ഞാൻ റൊട്ടേഷൻ ചെയ്ത് ഞാൻ കറങ്ങി. എത്രയാണ് നിങ്ങളുടെ നിക്ഷേപം? ഏകദേശം ഇപ്പോൾ ഈ 100, 50, 200 അടച്ചുണ്ടാക്കിയത് ഒരു 2 ലക്ഷം രൂപയോളം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഡെയിലി കളക്ഷനായിരുന്നു. കളക്ഷനിൽ വരുന്ന പൈസ SP-യിലേക്ക് മാറ്റും. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു ഇതായിട്ട് ഇരിക്കട്ടെ. ഇവിടുന്ന് പോകില്ല ഇനിയിപ്പോൾ? ഇല്ല, പൈസ കിട്ടിയിട്ട് തന്നെ പോകുള്ളൂ. പോകില്ല. അല്ലെ പിന്നെ വല്ല കൊല്ലണം, അല്ലാതെ ഒരു ഒരിക്കൽ നിരക്കും കൊണ്ടാകാൻ കഴിയില്ല. തുടർന്ന് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അബ്ദുൾ സലാമിനെ അനുനയിപ്പിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.